ഓക്കെ, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മളിന്ന് IFRS എന്നൊരു ഭാഗത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. എന്താണ് IFRS എന്ന് നോക്കാം. IFRS എന്ന് പറഞ്ഞാൽ എന്താണ്? IFRS മീൻസ് ഇൻ്റർനാഷണൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്, ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് എന്നാണ് IFRSൻ്റെ ഫുൾ ഫോം. IFRS means International Financial Reporting Standards that are designed to as a common global language for business affairs so that company accounts are understandable and comparable across international boundaries. ഒരു കമ്പനിയുടെ അക്കൗണ്ട്സുകളും അതുപോലെ തന്നെ ബിസിനസ് അഫയേഴ്സും ഇൻ്റർനാഷണൽ ബൗണ്ടറികളുമായിട്ട് കമ്പാരബിൾ ആക്കുകയും അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡബിൾ ആക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഗ്ലോബൽ ലാംഗ്വേജ് ക്രിയേറ്റ് ചെയ്തതിനാണ് നമ്മൾ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. സോ IFRS എന്ന് പറഞ്ഞാൽ എന്താണ്? IFRS ആർ ഡിസൈൻ ആസ് എ കോമൺ ഗ്ലോബൽ ലാംഗ്വേജ്. അതിനൊരു കോമൺ ഗ്ലോബൽ ലാംഗ്വേജ് ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ബിസിനസ് അഫയേഴ്സ്. ബിസിനസ് അഫയേഴ്സുകൾക്കുള്ള ഒരു കോമൺ ഗ്ലോബൽ ലാംഗ്വേജ് ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒന്നാണ് IFRS എന്ന് പറയുന്നത്. സോ ദാറ്റ് കമ്പനി അക്കൗണ്ട്സ് ആർ അണ്ടർസ്റ്റാൻഡബിൾ ആൻഡ് കമ്പയറബിൾ. കമ്പനി അക്കൗണ്ട്സുകളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും കമ്പയർ ചെയ്യാനും കഴിയും അക്രോസ് ദ ഇൻ്റർനാഷണൽ ബൗണ്ടറീസ്. ഇൻ്റർനാഷണൽ ബൗണ്ടറി ആയിട്ട്, അതായത് ഒരു രാജ്യത്തിന് പുറത്തേക്ക് തന്നെ കമ്പനിയുടെ അക്കൗണ്ട്സുകൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും കമ്പയർ ചെയ്യാനും കഴിയുന്ന ഒരു കോമൺ ഗ്ലോബൽ ലാംഗ്വേജ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡിനെ ഡിസൈൻ ചെയ്തതിൻ്റെ എയിം എന്ന് പറയുന്നത്. സോ IFRS സെറ്റ് കോമൺ റൂൾസ് സോ ദാറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ക്യാൻ ബി കൺസിസ്റ്റൻറ്റ്, ട്രാൻസ്പെറൻറ്റ് ആൻഡ് കമ്പയറബിൾ അറൗണ്ട് ദ വേൾഡ്. IFRS എന്ന് പറയുന്നത് കോമൺ റൂളുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കോമൺ റൂൾ പ്രകാരം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളെ കൺസിസ്റ്റൻ്റ് ആക്കുകയും ട്രാൻസ്പെറൻ്റ് ആക്കുകയും വേൾഡ് മുഴുവനായിട്ട് അതിനെ കമ്പയർ ചെയ്യാൻ സാധ്യമാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് IFRS എന്നതിൻ്റെ എയിം എന്ന് പറയുന്നത്. സോ IFRS സെറ്റ് കോമൺ റൂൾസ്. IFRS മുഖാന്തരം ചില കോമൺ റൂളുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ക്യാൻ ബി കൺസിസ്റ്റൻറ്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ കൺസിസ്റ്റൻ്റ് ആക്കുകയും ട്രാൻസ്പെറൻ്റ് ആക്കുകയും അതുപോലെ തന്നെ ആൻഡ് കമ്പയറബിൾ അറൗണ്ട് ദ വേൾഡ്. IFRS ആർ ഇഷ്യൂഡ് ബൈ ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ബോർഡ്. ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ബോർഡാണ് IFRS എന്നുള്ളത് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട റിക്വയർമെൻറ്റുകൾ റൂൾസ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ, പിന്നെ അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോംപ്രിഹെൻസീവ് ഇൻകം, അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്ലോ. ഇതൊക്കെയാണ് IFRSൻ്റെ പ്രധാനപ്പെട്ടുള്ള മാൻഡേറ്ററി റൂൾസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ബാലൻസ് ഷീറ്റാണ് പറയുന്നത്. IFRS ഇൻഫ്ലുവൻസസ് ദ വേസ് ഇൻ വിച്ച് ദ കോമ്പോണൻസ് ഓഫ് ബാലൻസ് ഷീറ്റ് ആർ റിപ്പോർട്ടഡ്. ബാലൻസ് ഷീറ്റ് കോമ്പോണൻസുകൾ റിപ്പോർട്ട് ചെയ്യേണ്ട വേസ് എങ്ങനെയാണെന്നുള്ളത് IFRS ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോംപ്രിഹെൻസീവ് ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? That means profit and loss account and a statement of other income including property and equipment. Profit and loss account അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇൻകം എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു ഡോക്യുമെൻറ്റും പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ആവശ്യകതയും അതുപോലെ തന്നെ അതിനെ സെപ്പറേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് IFRSൽ. പിന്നെ അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ആൾസോ നോൺ ആസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് റിട്ടേൺ ഏർണിംഗ്സ്. ദിസ് ഡോക്യുമെൻറ്റ്സ് ദ കമ്പനീസ് ചേഞ്ച് ഇൻ ഏർണിംഗ്സ് ഓർ പ്രോഫിറ്റ് ഫോർ ദ ഗിവൻ ഫിനാൻഷ്യൽ പീരീഡ്. നൽകിയിട്ടുള്ള ഫിനാൻഷ്യൽ പീരീഡിലേക്കുള്ള കമ്പനിയുടെ ഏർണിങ്സിലോ അല്ലെങ്കിൽ പ്രോഫിറ്റിലോ ഉള്ള ചേഞ്ചസും അതുപോലെ തന്നെ ഡോക്യുമെൻറ്റ്സ് ആയിട്ട് കാണിക്കുന്ന ഒന്നാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി എന്ന് പറയുന്നത്. ദിസ് ഷോസ് ദ കമ്പനീസ് ചേഞ്ച് ഇൻ ഏർണിങ്സിലുള്ള ചേഞ്ചസ് ആണ് ഈ ഡോക്യുമെൻ്റ് കാണിക്കുന്നത്. ഓർ പ്രോഫിറ്റിലുള്ള ചേഞ്ചസോ ഫോർ ദ ഗിവൻ ഫിനാൻഷ്യൽ പീരീഡ്. ഒരു ഗിവൻ ഫിനാൻഷ്യൽ പീരീഡിലേക്കുള്ള കമ്പനിയുടെ പ്രോഫിറ്റിലോ അല്ലെങ്കിൽ ഏർണിങ്സിലോ ഉള്ള ചേഞ്ചസ് കാണിക്കുന്ന ഡോക്യുമെൻറ്റ്സാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ് എന്നും പറയും. അതുപോലെ തന്നെ മറ്റൊന്നാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത്. ദിസ് റിപ്പോർട്ട് സമ്മറൈസസ് കമ്പനീസ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഇൻ ദ ഗിവൻ പീരീഡ്. ഒരു നിശ്ചിത പീരീഡിലുള്ള കമ്പനിയുടെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് സമ്മറൈസ് ചെയ്യണതിൽ കൂടെ ചെയ്യുന്നത്. അതായത് ക്യാഷ് ഫ്ലോ ഇൻ ടു ഓപ്പറേഷൻസ് ആൻഡ് ഇൻവെസ്റ്റിംഗ് ആൻഡ് ഫിനാൻസിങ്. ക്യാഷ് ഫ്ലോനെ ഓപ്പറേഷൻസിലേക്കും ഇൻവെസ്റ്റിങ്ങിലേക്കും ഫിനാൻസിങ്ങിലേക്കും സെപ്പറേറ്റ് ചെയ്യുന്ന ഒന്നാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത്. ഹിയർ ദ ക്യാഷ് ഫ്ലോസ് ഓഫ് ദ ഗിവൻ പീരീഡ് ആർ സെപ്പറേറ്റിംഗ് ഇൻ ടു ഓപ്പറേഷൻസ്, ഇൻവെസ്റ്റിംഗ് ആൻഡ് ഫിനാൻസിങ്. ഗിവൻ പീരീഡിലുള്ള ക്യാഷ് ഫ്ലോനെ ഓപ്പറേഷൻസിലേക്കും ഇൻവെസ്റ്റിങ്ങിലേക്കും ഫിനാൻസിങ്ങിലേക്കും എന്ത് ചെയ്യുന്നു? സെപ്പറേറ്റ് ചെയ്യുന്നതാണ് IFRSൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട മാൻഡേറ്ററി റൂൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒബ്ജക്റ്റീവായിട്ട് എന്തൊക്കെയാണ് പറയുന്നത്? ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് they help to standardize the diverse accounting policies and eliminate the incomparability of financial statement with an entity and across the entities. അതായത് ദേ ഹെൽപ്പ് ടു സ്റ്റാൻഡർഡൈസ് ദ ഡൈവേഴ്സ് അക്കൗണ്ടിങ് പോളിസീസ്. ഡൈവേഴ്സ് അക്കൗണ്ടിങ് പോളിസികളെ സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇൻകമ്പയറബിലിറ്റി ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളുടെ
അസഹിഷ്ണുത അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രോബ്ലംസിനെ അവോയ്ഡ് ചെയ്യുന്നതിനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ്ലി, ദേ ഫെസിലിറ്റേറ്റ് ദ പ്രസൻറ്റേഷൻ ഓഫ് ഹൈ ക്വാളിറ്റി ട്രാൻസ്പെറൻറ്റ് ആൻഡ് കമ്പയറബിൾ ഇൻഫർമേഷൻ ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഹൈ ക്വാളിറ്റി ഉള്ളതും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളതും കമ്പയറബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ദേ ഫെസിലിറ്റേറ്റ് ദ പ്രസൻറ്റേഷൻ ഓഫ് ഹൈ ക്വാളിറ്റി ഉള്ളതും ട്രാൻസ്പെറൻ്റ് ആയതും കമ്പയറബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളിൽ പ്രിപ്പയർ ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്. ഫെസിലിറ്റേറ്റ് ദ പ്രസൻറ്റേഷൻ ഓഫ് ഹൈ ക്വാളിറ്റി ട്രാൻസ്പെറൻറ്റ് ആൻഡ് കമ്പയറബിൾ ഇൻഫർമേഷൻ ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളിലെ ഹൈ ക്വാളിറ്റി ഉള്ളതും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളതും കമ്പയറബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് പ്രസൻറ്റ് ചെയ്യുന്നു. മൂന്നാമത്തെന്ന് പറയുന്നത് ദേ റെഡ്യൂസ് ടു അക്കൗണ്ടിങ് ആൾട്ടർനേറ്റീവ്സ് ആൻഡ് ദെർബൈ എലിമിനേറ്റ് ദ എലമെൻറ്റ് ഓഫ് സബ്ജക്റ്റിവിറ്റി ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അക്കൗണ്ടിങ് ആൾട്ടർനേറ്റീവ്സിനെ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ എലമെൻറ്റ് ഓഫ് സബ്ജക്റ്റിവിറ്റി ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളിലുള്ള സബ്ജക്റ്റിവിറ്റിയുടെ എലമെൻറ്റിനെ എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. തേർഡ്ലി, ദേ റെഡ്യൂസ് ടു അക്കൗണ്ടിങ് ആൾട്ടർനേറ്റീവ്സിനെ റെഡ്യൂസ് ചെയ്യുന്നു ആൻഡ് ദെർബൈ എലിമിനേറ്റ് ദ എലമെൻറ്റ് ഓഫ് സബ്ജക്റ്റിവിറ്റി ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളിലെ എലമെൻറ്റ് ഓഫ് സബ്ജക്റ്റിവിറ്റി എന്നുള്ളത് എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിനെ മാത്രമായിട്ട് ഇൻവോൾവ് ചെയ്യിക്കുന്ന പ്രവണതയെ എന്ത് ചെയ്യുന്നുണ്ട്, എലിമിനേറ്റ് ചെയ്യുന്നു എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവാണ്. എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതും ഒബ്ജക്റ്റീവാണ്. പ്രത്യേക മേഖല മാത്രമായിട്ട് എടുത്ത് കാണിക്കുന്ന ഒരവസ്ഥ, അതിനെ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ടുള്ള ഒബ്ജക്റ്റീവായിട്ട് വരുന്ന ഒന്നാണ്. ഇത്രയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. ഇപ്പോൾ IFRS എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. IFRS എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡാണ്. കോമൺലി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ഗ്ലോബൽ ലാംഗ്വേജ് ആണ് ഫോർ ബിസിനസ് അഫയേഴ്സിന് വേണ്ടി ഡെവലപ്പ് ചെയ്തിട്ടുള്ള കമ്പയറബിൾ ആയിട്ടുള്ള ഒരു കോമൺ ഗ്ലോബൽ ലാംഗ്വേജ് ആണിത്. നെക്സ്റ്റ്, ഇമ്പോർട്ടൻസ് ഓഫ് IFRS, നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് IFRSൻ്റെ പ്രാധാന്യവും അതുപോലെ തന്നെ ആവശ്യകതയെക്കുറിച്ചാണ് പറയുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഹെൽപ്ഫുൾ ടു അക്കൗണ്ടൻസ് ആൻഡ് ഓഡിറ്റേഴ്സ്. അക്കൗണ്ടൻസിനും ഓഡിറ്റേഴ്സിനും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് IFRS എന്ന് പറയുന്നത്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആർ നോട്ട് ഓൺലി ഹെൽപ്ഫുൾ ടു ഓർഗനൈസേഷൻസ് ബട്ട് ആൾസോ ടു ദ അക്കൗണ്ടൻസ് ആൻഡ് ഓഡിറ്റേഴ്സ്. ഓർഗനൈസേഷന് മാത്രമല്ല അക്കൗണ്ടൻസിനും ഓഡിറ്റേഴ്സിനും അതോടൊപ്പം തന്നെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് IFRS എന്ന് പറയുന്നത്. ദേ ആൾവേസ് ഫേസ് ത്രെറ്റ് ഓഫ് ബാഡ് നെയിം ടു ദെയർ പ്രൊഫഷൻ. ദിസ് ഈസ് ബിക്കോസ് ഓഫ് ദ പ്രൊവിഷൻസ് ഫോർ ചേഞ്ച്ഡ് പെനാൽറ്റീസ് ആൻഡ് റെമഡീസ് അവൈലബിൾ അണ്ടർ ദ കമ്പനീസ് ആക്ട് ഡ്യൂ ടു ദ ഗ്രേറ്റർ വില്ലിംഗ്നെസ് ഓഫ് അഗ്രീഡ് പാർട്ടീസ് ടു ബ്രിങ് ദ മാറ്റർ ബിഫോർ ദ കോർട്സ്. This is a challenge to the auditors, particularly in the case of undetected fraud of audited account which mislead the people as insufficient disclosure. While members of chartered accountancy firms can discipline their fellow partners, it is difficult to monitor the performance of other accountants. For this purpose, the establishment of standard to which all chartered or certified accountants subscribe is useful. അതുകൊണ്ട് തന്നെ എല്ലാ സബ്സ്ക്രൈബ്ഡ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ സർട്ടിഫൈഡ് ആയിട്ടുള്ള ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കമ്പനി അക്കൗണ്ട്സിലുണ്ടാകുന്ന നെഗറ്റീവായിട്ടുള്ള ആക്ടിവിറ്റികൾ അല്ലെങ്കിൽ അൺഡിറ്റക്റ്റഡ് ഫ്രോഡുകളെയോ അല്ലെങ്കിൽ ഓഡിറ്റഡ് അക്കൗണ്ടുകളിലുണ്ടായിട്ടുള്ള ഫ്രോഡുകളെയോ ഇൻസഫിഷ്യൻറ്റ് ഡിസ്ക്ലോഷറുകളെയോ അവോയ്ഡ് ചെയ്യാൻ കഴിയും എന്നുള്ളത് ഒരു വലിയ പ്രാധാന്യമാണ്. അപ്പോൾ അക്കൗണ്ടൻസിനും ഓഡിറ്റേഴ്സിനും കൃത്യമായിട്ടുള്ള ഒരു നോർമൽ പ്രൊസീജിയർ ഫോളോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് IFRS എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ക്രെഡിബിലിറ്റി ആൻഡ് റിലയബിലിറ്റി ടു ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾക്ക് ക്രെഡിബിലിറ്റിയും റിലയബിലിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്നു. ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് വിശ്വസനീയതയും അതുപോലെ തന്നെ സ്വീകാര്യതയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആർ യൂസ്ഫുൾ ടു ഗിവ് ക്രെഡിബിലിറ്റി ആൻഡ് റിലയബിലിറ്റി ടു ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. The financial statements of a business organizations are used by various stakeholders like shareholders, suppliers, existing or potential, trade creditors, employees, customers, taxation authorities, various government departments and other interested parties for economic decisions. So it is necessary that financial statements should present a fair picture showing the position of business enterprise. IFRS provide guideline to prepare financial statement, so reliable financial statement can be prepared. അതുകൊണ്ട് തന്നെ IFRS എന്നുള്ളത് കൃത്യമായിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ ആവശ്യമുള്ള ഗൈഡ് ലൈൻ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് തന്നെ റിലയബിൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരും. ട്രേഡ് ക്രെഡിറ്റേഴ്സിനും എംപ്ലോയീസിനും കസ്റ്റമേഴ്സിനും ടാക്സേഷൻ അതോറിറ്റികൾക്കും അതുപോലെ തന്നെ മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സിനും ഒക്കെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻസ് എന്നുള്ളത് യൂസ്ഫുൾ ആണ്. എല്ലാ തരത്തിലുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിനും യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് നെസസറി ടു പ്രിപ്പയർ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഫെയർ പിക്ചർ ബിഫോർ ദ ബിസിനസ് എൻ്റർപ്രൈസ്. ബിസിനസ് എൻ്റർപ്രൈസിൻ്റെ മുൻപാകെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളുടെ ഫെയർ പിക്ചർ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളത് നെസസറിയാണ്.
ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഷുഡ് ബി പ്രസൻറ്റ് ഇൻ എ ഫെയർ പിക്ചർ ഷോയിങ് ദ പൊസിഷൻ ഓഫ് ബിസിനസ് എൻ്റർപ്രൈസ്. ബിസിനസ് എൻ്റർപ്രൈസിൻ്റെ പൊസിഷൻ ഷോ ചെയ്തിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് നെസസറിയാണ്. ഇറ്റ് ഈസ് നെസസറി ഫോർ എ ഫേം ടു പ്രിപ്പയർ എ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ദ ഫെയർ പിക്ചർ ഓഫ് ദ ബിസിനസ് എൻ്റർപ്രൈസ്. ബിസിനസ് എൻ്റർപ്രൈസിൻ്റെ ഫെയർ പിക്ചർ ഷോ ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം നെസസറി ആയിട്ടുള്ള ഒരു കാര്യമാണ്. നെക്സ്റ്റ്, യൂസ്ഫുൾ ഫോർ കമ്പാരിസൺ. യൂസ്ഫുൾ ഫോർ കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആർ പ്രിപ്പയർഡ് യൂണിഫോംലി യൂസ്ഫുൾ ടു ദ മാനേജേഴ്സ്, ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ് ടു കമ്പയർ റിസൾട്ട്സ് ആൻഡ് ഫിനാൻഷ്യൽ കണ്ടീഷൻസ് ഓഫ് different departments of firms, different industries and different period of a firm. So it is helpful for the every type of business organization to compare with their performance with other firm. ഒരു ഫേമിൻ്റെ പെർഫോമൻസിനെ മറ്റൊരു ഫേമിൻ്റെ പെർഫോമൻസുമായിട്ട് ഡിഫറെൻറ്റ് ഫേമുകളായിട്ടോ ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ടോ കമ്പയർ ചെയ്യാൻ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് IFRS എന്ന് പറയുന്നത്. ഇഫ് എ ഫേം എ ഫോളോസ് ദ ഫിഫോ മെത്തേഡ് ഓഫ് വാല്യുവേഷൻ ഓഫ് സ്റ്റോക്ക് വെയറാസ് ഫേം ബി ഫോളോസ് ദ ലിഫോ മെത്തേഡ് ഓഫ് വാല്യൂയിങ് സ്റ്റോക്ക്, കമ്പാരിസൺ ബിറ്റ്വീൻ ദ ടു ഫേംസ് ബിക്കംസ് യൂസ്ലെസ്. അതുപോലെ തന്നെ രണ്ട് ഫേമുകൾ രണ്ട് തരത്തിലുള്ളതാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരെണ്ണം ലിഫോയും ഒരെണ്ണം ഫിഫോയും എന്ന് വെച്ചാൽ കമ്പാരിസൺ യൂസ്ഫുൾനെസ് ആയിട്ട് മാറും. ദ സെയിം ഈസ് പോസിബിൾ ഓൺലി വെൻ ബോത്ത് ഓഫ് ദം ഫോളോ ഐഡൻറ്റിക്കൽ മെത്തേഡ് ഓഫ് വാല്യൂയിങ് ക്ലോസിംഗ് സ്റ്റോക്ക്. Enterprise comparison is meaningless in the absence of accounting standards like IFRS. IFRS പോലെയുള്ള ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകളില്ലാതെ ഒരിക്കലും എൻ്റർപ്രൈസുകളെ നമുക്ക് കമ്പാരിസൺ ചെയ്യാൻ കഴിയില്ല. സോ ഇറ്റ് പ്രൊവൈഡ്സ് ട്രൂ ആൻഡ് ഫെയർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് നെസസറി ഇൻഫർമേഷൻ ടു ദ യൂസേഴ്സ് വിച്ച് ഗീവ് ട്രൂ പിക്ചർ ഓഫ് ദ ബിസിനസ് യൂണിറ്റ് ആൻഡ് പ്രൊട്ടക്ട് ദം. ബിസിനസ്സിനെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള പിക്ചർ പ്രൊവൈഡ് ചെയ്യുകയും അവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു കൃത്യമായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് തന്നെയാണ് IFRS എന്ന് പറയുന്നത്. കമ്പാരിസൺ ടു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഡിഫറെൻറ്റ് കമ്പനീസ് ഓർ ഓഫ് സെയിം കമ്പനീസ് ഫോർ ഡിഫറെൻറ്റ് പീരീഡ്. ഒരേ കമ്പനി തന്നെ വ്യത്യസ്ത പീരീഡുകളായിട്ട് കമ്പയർ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കമ്പനികളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ പ്രിപ്പയർ ചെയ്യുന്നതോ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ അനുസരിച്ചിട്ട് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അടുത്തത് പറയുന്നത് ഗ്ലോബൽ കമ്പയറബിലിറ്റി. എന്താണ് ഗ്ലോബൽ കമ്പയറബിലിറ്റി എന്ന് പറഞ്ഞാൽ? ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആണ് IFRS ഉപയോഗിക്കുന്നത്. സോ ഡിഫറെൻറ്റ് കൺട്രീസ് യൂസ് ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. സോ കമ്പാരിസൺ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ടു കമ്പനീസ് ലൊക്കേറ്റഡ് ഇൻ ഡിഫറെൻറ്റ് കൺട്രീസ് ഈസ് ഡിഫിക്കൽട്ട്. ഡിഫറെൻറ്റ് കൺട്രികളിലുള്ള രണ്ട് കമ്പനികളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ കമ്പയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ടാണ്. വെൻ ആൾ കമ്പനീസ് ഇൻ ഡിഫറെൻറ്റ് കൺട്രീസ് ഫോളോ ദ സിംഗിൾ സെറ്റ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, കമ്പയറബിലിറ്റി ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ബിക്കംസ് ഈസി. എല്ലാ കമ്പനികളും വ്യത്യസ്ത രാജ്യങ്ങളിലുള്ള എല്ലാ കമ്പനികളും ഒരേ തരത്തിലുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളോ അല്ലെങ്കിൽ ഒരേ തരത്തിലുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകളാണ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ കമ്പാരിസൺ എന്നുള്ളത് ഈസി ആയിട്ട് മാറും. ഇഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ കമ്പനീസ് ആർ പ്രിപ്പയർഡ് അക്കോർഡിംഗ് ടു IFRS മുഖാന്തരമാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഓണേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ് ആർ ഏബിൾ ടു കമ്പയർ ഇറ്റ് ഈസിലി. ഓണേഴ്സിനും ഇൻവെസ്റ്റേഴ്സിനും അത് കമ്പയർ ചെയ്യാൻ വളരെ ഈസി ആയിട്ട് മാറും. നെക്സ്റ്റ്, ഇംപ്രൂവ്മെൻറ്റ് ഇൻ അക്കൗണ്ടിങ് തിയറി ആൻഡ് പ്രാക്ടീസ്. IFRS ക്രിയേറ്റ് മച്ച് ഇംപ്രൂവ്മെൻറ്റ് ഇൻ ദ റൂൾസ് ആൻഡ് ലോസ് ഫോർ അക്കൗണ്ടിങ് പോളിസി. അക്കൗണ്ടിങ് പോളിസിയുടെ റൂൾസിനും ലോസിനും മച്ച് ഇംപ്രൂവ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒന്നാണ് IFRS എന്ന് പറയുന്നത്. അക്കൗണ്ടിങ് ഹാസ് ഗോട്ട് അച്ചീവ്മെൻറ്റ് ആൻഡ് റിസൾട്ട്സ് ഫോർ പോസിബിൾ ആൾട്ടർനേറ്റീവ്സ് ഫോർ ഡിഫൈനിങ് ആൻഡ് മെഷറിങ് ദ ഫിനാൻഷ്യൽ പെർഫോമൻസ്. അതുകൊണ്ട് തന്നെ IFRS എന്നുള്ളത് എന്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്? മച്ച് ഇംപ്രൂവ്മെൻറ്റ് ഇൻ അക്കൗണ്ടിങ് തിയറി ആൻഡ് പ്രാക്ടീസ്. അക്കൗണ്ടിങ് തിയറിയിലും പ്രാക്ടീസിലും മച്ച് ഇംപ്രൂവ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒന്നാണ് IFRS എന്ന് പറയുന്നത്. നെക്സ്റ്റ്, കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ്സ് പ്രൊവൈഡ് കൺസിസ്റ്റൻസി ആൻഡ് കമ്പാരബിലിറ്റി ഇൻ പ്ലേസ് ഓഫ് യൂണിഫോമിറ്റി ഇൻ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിൽ യൂണിഫോമിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ കൺസിസ്റ്റൻസിയും കമ്പാരബിലിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്നത്. ഇറ്റ് പെർമിറ്റ്സ് ബെറ്റർ കമ്പാരിസൺ ഓഫ് പ്രോഫിറ്റബിലിറ്റി, ഫിനാൻഷ്യൽ പൊസിഷൻ, ഫ്യൂച്ചർ പ്രോസ്പെക്ട്സ് ആൻഡ് അതർ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ അസോസിയേറ്റഡ് വിത്ത് ഡിഫറെൻറ്റ് ബിസിനസ് ഫേംസ്. അതുപോലെ തന്നെ ഇത് ബെറ്റർ കമ്പാരിസൺ ഓഫ് പ്രോഫിറ്റബിലിറ്റി ബെറ്ററായിട്ട് കമ്പയർ ചെയ്യുന്നതിനും ഫിനാൻഷ്യൽ പൊസിഷൻ കമ്പയർ ചെയ്യുന്നതിനും ഫ്യൂച്ചർ പ്രോസ്പെക്ട്സ് ആൻഡ് അതർ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ഡെവലപ്പ് ചെയ്യുന്നതിനും ബിസിനസ് ഫേമുകളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. സോ ദ മാനേജർ ഹാസ് ടു ചൂസ് ദ ബെസ്റ്റ് ഫ്രം ദ അവൈലബിൾ ആൾട്ടർനേറ്റീവിൽ നിന്നും ഏറ്റവും ബെസ്റ്റ് ആയത് മാനേജർക്ക് ചൂസ് ചെയ്യാം. An accounting standards decrease the amount of manipulation of the reported accounting numbers that may occur in the absence of the standard. സ്റ്റാൻഡേർഡിൻ്റെ അഭാവം കൊണ്ട് ഉണ്ടാകുന്ന എമൗണ്ട് ഓഫ് മാനിപ്പുലേഷൻ ഓഫ് ദ റിപ്പോർട്ടഡ് അക്കൗണ്ടിങ് നമ്പേഴ്സിനെ എന്ത് ചെയ്യാൻ കഴിയും?
അനലൈസ് ചെയ്യാൻ കഴിയും. ആൻഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഡിക്രീസ്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ത് ചെയ്യുന്നുണ്ട്, ഡിക്രീസ് ചെയ്യുന്നുണ്ട്. എമൗണ്ട് ഓഫ് മാനിപ്പുലേഷൻ ഓഫ് ദ റിപ്പോർട്ടഡ് അക്കൗണ്ടിങ് നമ്പേഴ്സ്, റിപ്പോർട്ടഡ് അക്കൗണ്ടിങ് നമ്പറിൽ ഉണ്ടാകുന്ന മാനിപ്പുലേഷനെ ഡിക്രീസ് ചെയ്യാൻ കഴിയും. ദാറ്റ് മേ ബി ഒക്കർ ഇൻ ദ ആബ്സെൻസ് ഓഫ് ദ സ്റ്റാൻഡേർഡ്. നെക്സ്റ്റ് എലിമിനേറ്റ് വേരിയേഷൻസ്. എലിമിനേറ്റ് വേരിയേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എലിമിനേറ്റ് വേരിയേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IFRS reduce or eliminate confusing variation in the accounting treatments used to prepare and present the financial statement to extent possible. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളെ മാക്സിമം എക്സ്റ്റൻഷൻ പോസിബിൾ ആയതുകൊണ്ട് തന്നെ IFRS എന്നുള്ളത് കൺഫ്യൂസിങ് വേരിയേഷനെ എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. റെഡ്യൂസ് ഓർ എലിമിനേറ്റ് കൺഫ്യൂസിങ് വേരിയേഷനെ IFRS റെഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് കോൺട്രിബ്യൂട്ട് ടു എക്കണോമിക് എഫിഷ്യൻസി. കോൺട്രിബ്യൂട്ട് എക്കണോമിക് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ IFRS സ്റ്റാൻഡേർഡ്സ് കോൺട്രിബ്യൂട്ട് എക്കണോമിക് എഫിഷ്യൻസി ബൈ ഹെൽപ്പിംഗ് ഇൻവെസ്റ്റേഴ്സ് ടു ഐഡൻറ്റിഫൈ ദ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് റിസ്ക് അക്രോസ് ദ വേൾഡ്. വേൾഡിന് ചുറ്റുമുള്ള ഓപ്പർച്യൂണിറ്റീസും റിസ്ക്കും ഐഡൻറ്റിഫൈ ചെയ്യാൻ ഇൻവെസ്റ്റേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് IFRS എന്നുള്ള സ്റ്റാൻഡേർഡ് എന്നുള്ളത് എക്കണോമിക് എഫിഷ്യൻസിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒന്നാണ്. ദസ് ഇംപ്രൂവിങ് ദ ക്യാപിറ്റൽ അലോക്കേഷൻ, അതിൻ്റെ ഭാഗമായിട്ട് ക്യാപിറ്റൽ അലോക്കേഷനെ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. ഫോർ ബിസിനസ്സസ് ദ യൂസ് ഓഫ് എ സിംഗിൾ ട്രസ്റ്റഡ് അക്കൗണ്ടിംഗ് ലാംഗ്വേജ് ലോവേഴ്സ് ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് റെഡ്യൂസസ് ഇൻ്റർനാഷണൽ റിപ്പോർട്ടിംഗ് കോസ്റ്റ്. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം സിംഗിളായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡോ അല്ലെങ്കിൽ ഒരു ട്രസ്റ്റഡ് അക്കൗണ്ടിങ് ലാംഗ്വേജ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയുകയും ഇൻ്റർനാഷണൽ റിപ്പോർട്ടിംഗ് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനും കഴിയും. സോ IFRS ഇക്കണോമിക് എഫിഷ്യൻസി ഓഫ് എ ബിസിനസ് വർദ്ധിപ്പിക്കുന്നതിന് കാരണമായിട്ട് മാറുന്നുണ്ട്. ഹൈ ക്വാളിറ്റി ആൻഡ് ട്രാൻസ്പെറൻസി ആണ് എടുത്തത്. IFRS യൂസസ് പ്രിൻസിപ്പിൾ ബേസ്ഡ് ഫിലോസഫി റാദർ ദാൻ റൂൾ ബേസ്ഡ് കോൺസെപ്റ്റ്. റൂൾ ബേസ്ഡ് കോൺസെപ്റ്റിന് പകരം അത് ഫിലോസഫി ബേസ്ഡ് കോൺസെപ്റ്റാണ് IFRS യൂസ് ചെയ്യുന്നത്. റൂൾ ബേസ്ഡ് ഫിലോസഫി മേ ഗുഡ് ഫോർ സം എൻറ്റിറ്റീസ് ആർ ബാഡ് ഫോർ അതേഴ്സ് ഓർ മേ ഗുഡ് ഇൻ വൺ പീരിയഡ് ആൻഡ് മേ ബാഡ് ഇൻ അതർ പീരിയഡ്. റൂൾ ബേസ്ഡ് ഫിലോസഫി എന്നുള്ളത് ചില എൻറ്റിറ്റികളെ സംബന്ധിച്ചും ഗുഡാവും, ചിലതിനെ സംബന്ധിച്ചും ബാഡാകും, ചിലതിനെ ഒരു പീരീഡിൽ ഗുഡും മറ്റതിൽ ബാഡുമായിട്ട് മാറും. വേറാസ് പ്രിൻസിപ്പൽ ബേസ്ഡ് ഫിലോസഫി ആൾവേസ് ഷോസ് equality and transparent picture. IFRS always look into substance over the legal form. This improves the quality and transparency of the financial statement. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളുടെ ക്വാളിറ്റിയും ട്രാൻസ്പെറൻസിയും ഉറപ്പുവരുത്തുന്നതിൽ IFRS പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. IFRS ensures the financial statement should give complete, relevant and accurate picture and transparent picture of the transaction. ട്രാൻസാക്ഷൻ്റെ കൃത്യമായതും റെലവൻ്റ് ആയിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള പിക്ചർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ എൻഷുർ ചെയ്യുന്നുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തലാണ് IFRSൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. സോ ദർ ഈസ് എ ലീസ്റ്റ് സ്കോപ്പ് ഓഫ് മാനിപ്പുലേഷൻ്റെ ചാൻസ് എന്നുള്ളത് വളരെ താരതമ്യേന കുറവാണ്. ഹൈ ക്വാളിറ്റി ആൻഡ് ട്രാൻസ്പെറൻസി ഉണ്ട്, അതുകൊണ്ട് തന്നെ മാനിപ്പുലേഷൻ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കുറവാണ്. റെഡ്യൂസ് ദ ഇൻഫർമേഷൻ ഗ്യാപ്പാണ് അടുത്തത്. IFRS സ്റ്റാൻഡേർഡ് സ്ട്രെങ്തൻ ദ അക്കൗണ്ടബിലിറ്റി ബൈ റെഡ്യൂസിങ് ദ ഇൻഫർമേഷൻ ഗ്യാപ്പ്. ഇൻഫർമേഷൻ ഗ്യാപ്പ് റെഡ്യൂസിങ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അക്കൗണ്ടബിലിറ്റി അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അക്കൗണ്ടബിലിറ്റി എന്നുള്ളത് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. സ്ട്രെങ്തൻ അക്കൗണ്ടബിലിറ്റി ബൈ റെഡ്യൂസിങ് ദ ഇൻഫർമേഷൻ ഗ്യാപ്പ് റെഡ്യൂസ് ചെയ്തിട്ട് അക്കൗണ്ടബിലിറ്റിയെ സ്ട്രെങ്തൻ ചെയ്യുന്നുണ്ട്. ആൻഡ് IFRS പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ ദാറ്റ് ഈസ് നീഡഡ് ടു ഹോൾഡ് മാനേജ്മെൻറ്റ് ടു അക്കൗണ്ട് ആസ് എ സോഴ്സ് ഓഫ് ഗ്ലോബലി കമ്പയറബിൾ ഇൻഫർമേഷൻ. IFRS സ്റ്റാൻഡേർഡ്സ് ആർ ആൾസോ ഓഫ് വൈറ്റൽ ഇമ്പോർട്ടൻസ് ടു റെഗുലേറ്റേഴ്സ് അറൗണ്ട് ദ വേൾഡ്. ലോകം മുഴുവനുള്ള റെഗുലേറ്റേഴ്സിന്, അതായത് കമ്പനിയുടെ അല്ലെങ്കിൽ ഫേംസിൻ്റെ പ്രവർത്തനങ്ങൾ റെഗുലേറ്റ് ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം IFRS എന്നുള്ളത് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വൈറ്റൽ ഇമ്പോർട്ടൻസ് അവർക്ക് പ്രൊവൈഡിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ദീസ് ആർ ദ മെയിൻ ഇമ്പോർട്ടൻസ് ഓർ നീഡ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് IFRS. അപ്പോൾ IFRSൻ്റെ പ്രധാനപ്പെട്ട നീഡ് ആൻഡ് സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും 11 ഉള്ളത്. ഒന്ന്, ഹെൽപ്ഫുൾ ടു അക്കൗണ്ടൻസ് ആൻഡ് ഓഡിറ്റേഴ്സ്. അക്കൗണ്ടൻസിനും ഓഡിറ്റേഴ്സിനും ഹെൽപ്ഫുള്ളാണ്. ക്രെഡിബിലിറ്റി ആൻഡ് റിലയബിലിറ്റി ടു ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾക്ക് ക്രെഡിബിലിറ്റിയും റിലയബിലിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. യൂസ്ഫുൾ ഫോർ കമ്പാരിസണിന് യൂസ്ഫുള്ളാണ്. ഗ്ലോബൽ കമ്പയറബിലിറ്റി ഉണ്ട്. ഇംപ്രൂവ്മെൻറ്റ് ഇൻ അക്കൗണ്ടിങ് തിയറി ആൻഡ് പ്രാക്ടീസ്. അക്കൗണ്ടിങ് തിയറിയിലും പ്രാക്ടീസിലും ഇംപ്രൂവ്മെൻറ്റ് കൊണ്ടുവരുന്നുണ്ട്. കൺസിസ്റ്റൻസി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റെഗുലേറ്റ് ദ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിനെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. എലിമിനേറ്റ് വേരിയേഷൻസ്, കോൺട്രിബ്യൂട്ട് ടു എക്കണോമിക് എഫിഷ്യൻസി, ഹൈ ക്വാളിറ്റി ആൻഡ് ട്രാൻസ്പെറൻസി, റെഡ്യൂസ് ഇൻഫർമേഷൻ ഗ്യാപ്പ്. ഇത്രയൊക്കെ നേട്ടങ്ങളും അഡ്വാൻറ്റേജസൊക്കെ ഉണ്ടെങ്കിൽ പോലും IFRSനും എന്തുണ്ട്, അതിൻ്റേതായിട്ടുള്ള ചില ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. 4 തരത്തിലുള്ള ഡിസഡ്വാൻറ്റേജസാണ് IFRSന് ആയിട്ട് പറയുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് നോട്ട് ഗ്ലോബലി ആക്സെപ്റ്റഡ്. സെക്കൻഡ് വൺ മാനിപ്പുലേഷൻ ഓഫ് സ്റ്റാൻഡേർഡ്സ്. തേർഡ് വൺ ഇൻക്രീസ്ഡ് കോസ്റ്റ്. ഫോർത്ത് വൺ നോട്ട് സൂട്ടബിൾ ഫോർ ഡെവലപ്പിംഗ് കൺട്രീസ്.
ഫസ്റ്റ് വൺ പറയുന്നത് നോട്ട് ഗ്ലോബലി ആക്സെപ്റ്റഡ്. നോട്ട് ഗ്ലോബലി ആക്സെപ്റ്റഡ് എന്ന് പറഞ്ഞാൽ ദ യുണൈറ്റഡ് ഹാസ് നോട്ട് യെറ്റ് അഡോപ്റ്റഡ് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് അതർ കൺട്രീസ് കണ്ടിന്യൂ ടു ഹോൾഡ് ഔട്ട് ആസ് വെൽ. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ അമേരിക്കയെ പോലൊരു രാഷ്ട്രം IFRSനെ അംഗീകരിച്ചിട്ടില്ല. ദിസ് മേക്സ് അക്കൗണ്ടിംഗ് ബൈ ഫോറിൻ ബേസ്ഡ് കമ്പനീസ് ദാറ്റ് ഡു ബിസിനസ് ഇൻ അമേരിക്ക ഡിഫിക്കൽട്ട് ആസ് ദേ ഓഫൻ ഹാവ് ടു പ്രിപ്പയർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് യൂസിങ് IFRS ആൻഡ് അനദർ സെറ്റ് യൂസിങ് അമേരിക്കൻ ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ്. അതുകൊണ്ട് തന്നെ അമേരിക്കയിൽ പോലുള്ള രാഷ്ട്രത്തിലെ ഫോറിൻ ബേസ്ഡ് കമ്പനികൾ അവരുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെ IFRS എന്നുള്ള സിസ്റ്റത്തിന് പകരമായിട്ട് അവിടെ എന്ത് ചെയ്യേണ്ടി വരും, അവരുടെ രാജ്യത്ത് IFRS ഉപയോഗിക്കേണ്ടി വരും. അതുപോലെ തന്നെ അമേരിക്കൻ കമ്പനികളിലെ അമേരിക്കൻ ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ഉപയോഗിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ നോട്ട് ഗ്ലോബലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒന്നാണ് IFRS എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് മാനിപ്പുലേഷൻ ഓഫ് സ്റ്റാൻഡേർഡ്സ്. മാനിപ്പുലേഷൻ ഓഫ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പനീസ് ക്യാൻ യൂട്ടിലൈസ് ഓൺലി ദ മെത്തേഡ്സ് ദേ വിഷ് ടു allowing the financial statement to show only desired results. This can lead to revenue or profit manipulation and can be used to hide financial problems in the company and can even encourage fraud. For example, changing the method of inventory valuation can bring more income into current year's profit and loss statement, making the company appear more profitable than it really is. അതായത് ഇൻവെൻറ്ററി വാല്യുവേഷനിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ, ഇപ്പോൾ IFRSൽ നോർമലി ഉണ്ടായിരുന്ന പ്രവർത്തനങ്ങളിൽ എന്ത് വരുത്തിച്ച ചേഞ്ചസ് വരും. ഇപ്പോൾ ഇൻവെൻറ്ററി വാല്യൂ ചെയ്യുന്നതിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ കമ്പനിക്ക് കറൻറ്റ് ഇയറിൽ പ്രോഫിറ്റ് കൂടുതലായിട്ട് ഉണ്ടാവുകയും ലോസ് കുറയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ റിയൽ പ്രോഫിറ്റിനെക്കാട്ടിലും മോർ പ്രോഫിറ്റ് കമ്പനിയുടെ അക്കൗണ്ട്സിൽ കാണുന്നതിനൊരു കാരണമായിട്ട് വരും. പലപ്പോഴും അത് മാനിപ്പുലേഷൻ, യഥാർത്ഥ വസ്തുത ഹൈഡ് ചെയ്യുന്നൊരവസ്ഥയിലേക്ക് വരും. കമ്പനീസ് ക്യാൻ യൂട്ടിലൈസ് ഓൺലി ദ മെത്തേഡ്സ് ദേ വിഷ് ടു. അവർക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ വിഷ് ചെയ്യുന്ന മെത്തേഡ്സ് അവർക്ക് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയും. സോ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഷോ ഓൺലി ഡിസൈഡ് റിസൾട്ട്സ്. ഡിസൈഡ് റിസൾട്ട്സ് കിട്ടാൻ വേണ്ടി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളിലെ ഇഷ്ടമുള്ള മെത്തേഡ് അവർ യൂട്ടിലൈസ് ചെയ്യുന്ന രീതി വരും. അതുകൊണ്ട് തന്നെ റവന്യൂലോ പ്രോഫിറ്റിലോ മാനിപ്പുലേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിനോ ഫ്രോഡ് ക്രിയേറ്റ് ചെയ്യുന്നതിനോ ഒരു കാരണമായിട്ട് IFRS മാറും. നെക്സ്റ്റ് ഇൻക്രീസ്ഡ് കോസ്റ്റ്. ഇൻക്രീസ്ഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്മാൾ കമ്പനി വുഡ് ബി ഫോഴ്സ്ഡ് ടു ദ അഡോപ്ഷൻ ഓഫ് IFRS ഇൻ ദ സെയിം വേ എ ലാർജർ ഡസ്. ഒരു ലാർജ് കമ്പനി എങ്ങനെയാണോ ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെ ഒരു സ്മാൾ കമ്പനിക്കും IFRS അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോഴ്സ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഹവർ സ്മാൾ ഫേംസ് ഡു നോട്ട് ഹാവ് ആസ് മെനി റിസോഴ്സസ് അറ്റ് ദെയർ ഡിസ്പോസൽ ടു ഇംപ്ലിമെൻറ്റ് ദ ചേഞ്ചസ് ആൻഡ് ട്രെയിൻ സ്റ്റാഫ്. പക്ഷേ ലാർജർ ഫേമിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സ്മാളർ ഫേമുകൾക്ക് ചേഞ്ചസ് വരുത്തുക എന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ സ്റ്റാഫുകളെ ട്രെയിൻ ചെയ്യുക എന്നുള്ളതോ കൂടുതൽ റിസോഴ്സസ് സമാഹരിക്കുക എന്നുള്ളതോ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു വസ്തുതയാണ്. സോ ദീസ് റിസൾട്ട്സ് ഇൻ സ്മാളർ കമ്പനീസ് ബ്രിങ്ങിങ് ഇൻ അക്കൗണ്ടൻസ് ഓർ അതർ ഔട്ട്സൈഡ് കൺസൾട്ടൻസ് ടു ഹെൽപ്പ് മേക്ക് ദ ചേഞ്ച് ഓവർ. ചേഞ്ചസ് വരുത്താൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ കൺസൾട്ടൻസിനെ സമീപിക്കുന്ന ഒരു പ്രവണത അവരുടെ ഭാഗത്തുനിന്നുണ്ടാവും. ദീസ് സ്മാളർ കമ്പനീസ് വിൽ ബെയർ മോർ ഓഫ് എ ഫിനാൻഷ്യൽ ബർഡൻ ദാൻ ലാർജർ വൺസ് ഇൻ ദിസ് ഏരിയ. ലാർജർ കമ്പനികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള സ്മാളർ കമ്പനികൾക്ക് കൂടുതൽ ഫിനാൻഷ്യൽ ബർഡൻ വഹിക്കേണ്ടതായിട്ടും വരും. സോ ദീസ് സ്മാളർ കമ്പനീസ് വിൽ ബെയർ മോർ ഓഫ് എ ഫിനാൻഷ്യൽ ബർഡൻ. ഫിനാൻഷ്യൽ ബർഡൻ കൂടുതലായിട്ട് അവർക്ക് വഹിക്കേണ്ടതായിട്ട് വരും ദാൻ ലാർജർ വൺസ് ഇൻ ദിസ് ഏരിയ. ലാസ്റ്റ് വൺ പറയുന്നത് നോട്ട് സ്യൂട്ടബിൾ ഫോർ ഡെവലപ്പിംഗ് കൺട്രീസ്. ഡെവലപ്പിംഗ് കൺട്രികളെ സംബന്ധിച്ചിടത്തോളം ഇത് സ്യൂട്ടബിൾ അല്ല എന്ന് പറഞ്ഞാൽ എന്താണ്? മെനി പീപ്പിൾ ബിലീവ് ദാറ്റ് ആസ് IFRS ആർ ഡെവലപ്ഡ് ബൈ ദ ഡെവലപ്ഡ് കൺട്രീസ് it won't be much useful for the developing and emerging economy of the world. Some even also believe that these standards are developed for the welfare of the developed countries and it helps to get a strong hold over the developing and emerging economies of the world as the tools of the superpowers. അതായത് വികസിച്ചു കൊണ്ടിരിക്കുന്ന രാഷ്ട്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് സ്യൂട്ടബിൾ അല്ല. ഡെവലപ്ഡ് കൺട്രികളുടെ മാത്രമായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ആണെന്നാണ് പല രാഷ്ട്രങ്ങളും ഇതിനെ ധരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ട്രോങ് ഹോൾഡ് ഡെവലപ്പ് ചെയ്യുക, എമർജിങ് എക്കണോമീസിന് ഇതിൻ്റെ ഒരു സ്ട്രോങ് ഹോൾഡ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് പലപ്പോഴും അവരുടെ സൂപ്പർ പവറുകളായിട്ട് മാറും. ഡെവലപ്ഡ് കൺട്രികളുടെ സൂപ്പർ പവറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൂൾസായിട്ടാണ് അതിനെ അവരെ അനലൈസ് ചെയ്യുന്നത്. അതും അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ IFRS എന്നുള്ളൊരു ഭാഗത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. IFRS എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡാണ്. അതായത് കോമൺ ഗ്ലോബൽ ലാംഗ്വേജ് ഫോർ ബിസിനസ് അഫയേഴ്സ് ആണ്. സോ ദാറ്റ് കമ്പനി അക്കൗണ്ട്സ് ആർ അണ്ടർസ്റ്റാൻഡബിൾ ആൻഡ് കമ്പയറബിൾ അക്രോസ് ദ ഇൻ്റർനാഷണൽ ബൗണ്ടറീസ്. ഇൻ്റർനാഷണൽ ബൗണ്ടറിക്ക് പുറത്ത് കമ്പനിയുടെ അക്കൗണ്ട്സുകൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും കമ്പയർ ചെയ്യാനും സാധിക്കുന്ന ഒരു ബിസിനസ് അഫയേഴ്സിൻ്റെ കോമൺ ഗ്ലോബൽ ലാംഗ്വേജിനെയാണ് നമ്മൾ IFRS എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഈ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സിസ്റ്റത്തിന് പ്രകാരം ചില കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കമ്പയറബിൾ ആയിട്ടുള്ള ചില സെറ്റ് ഓഫ് കോമൺ റൂൾസ് എന്നുള്ളത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇത് അക്കൗണ്ടൻസിനും ഓഡിറ്റേഴ്സിനും അതുപോലെ തന്നെ ക്രെഡിബിലിറ്റി ആൻഡ് റിലയബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
കമ്പാരിസന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, എക്കണോമിക് എഫിഷ്യൻസിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, കൺസിസ്റ്റൻസി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, വേരിയേഷൻസ് എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്, അക്കൗണ്ടിങ് തിയറി ആൻഡ് പ്രാക്ടീസസിനെ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്, ഗ്ലോബൽ കമ്പാരബിലിറ്റി സാധ്യമാക്കുന്നുണ്ട്, ഇൻഫർമേഷൻ ഗ്യാപ്പ് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഹൈ ക്വാളിറ്റി ആൻഡ് ട്രാൻസ്പെറൻസി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത്രയും ഉണ്ടെങ്കിൽ പോലും ഇതിന് ചില ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അതാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള നോട്ട് ഗ്ലോബലി ആക്സെപ്റ്റഡ് എന്നും, മാനിപ്പുലേഷൻ ഓഫ് സ്റ്റാൻഡേർഡ്സ് എന്നും, ഇൻക്രീസ്ഡ് കോസ്റ്റ് എന്നും, നോട്ട് സ്യൂട്ടബിൾ ഫോർ ഡെവലപ്പിംഗ് കൺട്രീസ് എന്നും. അപ്പോൾ ഇത്രയും ഭാഗമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ത്രൂ ഔട്ട് കാണുക. ഓക്കെ, താങ്ക് യു.